ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ ടൗണിൽ 2 കിലോമീറ്റർ അകലത്തിൽ പാക്കഞ്ഞിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കാണൊരു 1 ഏക്കർ 16 സെൻറ്റ് സ്ഥലം വീടൊക്കെ വെച്ച് താമസിക്കാനോ അതുപോലെ പ്ലോട്ടുകളാക്കിയൊക്കെ കൊടുക്കാനൊക്കെ പറ്റിയ നല്ല കിടിലൻ ഒരു പ്ലോട്ട് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മളെ പ്ലോട്ടിനകത്തോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു തരട്ടെ. നമുക്ക് ചെറുപുഴയിൽ നിന്ന് തിരുമേനി പോണ റൂട്ടിൽ പാക്കഞ്ഞിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ പ്ലോട്ടിൽ. നമുക്ക് പാക്കഞ്ഞിക്കാടിന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാത്രമേ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഇതാക്കുന്ന പഞ്ചായത്ത് റോഡാണ്, ടാറിങ് എല്ലാം പാസ്സായി കിടക്കണം. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് പഞ്ചായത്തും വില്ലേജ് നമുക്ക് ചെറുപുഴയാണ്, അതുപോലെ താലൂക്ക് വരുന്നത് പയ്യന്നൂരാണ്. പിന്നെ ഇതാ ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. ഇതാക്കണം അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. നമ്മളെ സ്ഥലം വരുന്നതാക്കണം ഈ കാണുന്ന തന്നെയാണ് നമ്മളെ സ്ഥലം കേട്ടോ. ഇനി ഇവിടുന്ന് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ആണെങ്കിലും ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കണ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ഥലത്തിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ മൊത്തത്തിൽ ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമ്മൾ പ്ലോട്ടിനകത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നേരം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുവിധം ലെവലായി കിടക്കുന്ന സ്ഥലമായിട്ട് നമ്മളെ ഒരു സ്ഥലം പറ്റാറിനാൽ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിൽ ബാക്കി സ്ഥലം നമുക്കൊരു കൃഷി സ്ഥലമായിട്ടൊക്കെ നോക്കി കൊണ്ടുനടക്കാനൊക്കെ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ മുതൽ സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരുവിധം ലെവലായി കിടക്കണതാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം എടുത്ത് കഴിഞ്ഞാൽ ഒരു 10 സെൻറ്റോ 20 സെൻറ്റോ 30 സെൻറ്റായിട്ടൊക്കെ പ്ലോട്ടുകളൊക്കെ ആക്കി മുറിച്ച് കൊടുക്കാനും കൂടിയും പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ നമ്മളീ ഒരു പറമ്പിനകത്ത് കുറച്ച് റബ്ബറുണ്ട്, അതുപോലെ കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, ചെറിയൊരു പഴയ റോഡിട്ട് ചെറിയൊരു വീടുണ്ട്, അതുപോലെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനാണെങ്കിൽ വറ്റാത്ത വെള്ളമുള്ളൊരു കിണറും ഉണ്ട്. പറമ്പിലോട്ടാണെങ്കിൽ ഏത് വണ്ടി വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയുണ്ട്. പിന്നെ ആ ചുറ്റുപാടും അടുത്തെല്ലാം നമ്മൾ ഈ ഒരു സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട്. വീടുകളൊക്കെ അടുത്ത് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പ്ലോട്ടുകളാക്കിയൊക്കെ മുറിച്ച് പോകുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നാണേ ഇത് നോക്കുക, നിങ്ങൾ മഹാഗണിയാണ് ഈ കാണും കേട്ടോ. അത്യാവശ്യം നല്ല വണ്ണുള്ള മരം നോക്കിയാൽ ഒരു മേലെ വരെ ഒരേ ഹൈറ്റിന് പോയിട്ടുണ്ട് കേട്ടോ. അതേമാതിരി തന്നെ ഇതാക്കണം ഇവിടെ ഉണ്ട്. നിങ്ങൾ നോക്കുക, നിങ്ങൾ അത്യാവശ്യം നല്ല വണ്ണുണ്ട് കേട്ടോ. നോക്കിയാൽ ഏകദേശം 3ഓളം മഹാഗണി ഉണ്ട് നമുക്ക് ഇതേപോലെ നല്ല വണ്ണുള്ള വലുതുകൾ. പിന്നെ നമുക്ക് പറമ്പിൻ്റെ അതിരുവഴിയെല്ലാം എന്താക്കണേ ഇതേപോലെ ചെറുതുകളായിട്ടുള്ള മഹാഗണി വേറെ ഉണ്ട് കേട്ടോ. അതാക്കുന്നത് കണ്ടില്ല നിങ്ങൾ, ഇതേമാതിരിക്കുള്ള ചെറുതുകൾ പറമ്പിൻ്റെ അതിരുവഴിയെല്ലാം വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കുന്ന റോഡിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മഹാഗണിയെല്ലാം കണ്ടു കഴിഞ്ഞില്ലേ, ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് ആദായത്തിനായിട്ട് ഇതാക്കുന്ന കുറച്ച് കവുങ്ങലുണ്ട്. ഏകദേശം ഒരു 150ഓളം കവുങ്ങുകളുണ്ട് കേട്ടോ. ഒക്കെ നല്ല അത്യാവശ്യം നല്ല കായ്ക്കണ കവുങ്ങാണ്. അതുപോലെ തന്നെ ആ തെങ്ങുണ്ട്, തെങ്ങുകൾ ഏകദേശം ഒരു 13ഓളം തെങ്ങുകളുണ്ട് കേട്ടോ. ഒക്കെ നന്നായിട്ട് കായ്ക്കണ തെങ്ങ് തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിനകത്തൊരു വീടുണ്ട് പറയുന്നത്, ഒരു ചെറിയൊരു പഴയ റോഡിട്ടൊരു വീടുണ്ട് ഇതിനകത്ത് കേട്ടോ. പിന്നെ ഇതാക്കണ തേക്കുകളുണ്ട്. നോക്കിയാണെങ്കിൽ ഏകദേശം ഒരു 4ഓളം തേക്കുകളുണ്ട് നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് കണ്ടില്ലേ. അതേ കൂടെ എല്ലാം കുരുമുളകും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീട് വെച്ച് താമസിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലാവശ്യത്തിന് കുരുമുളകെല്ലാം കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ഇനി ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരുവിധം ലെവലാക്കിയിട്ടേക്കുന്ന സ്ഥലം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് വീടെല്ലാം വെക്കാൻ പറ്റുന്ന കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ വീടുകളെല്ലാം അയൽവാസികളായിട്ട് നോക്കിയേ ഇവിടെ എല്ലാം ഫുള്ള് ലെവലടിച്ചിട്ടേക്കാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു സ്ഥലം എടുത്ത് ഞങ്ങൾക്ക് പെട്ടെന്നൊരു വീടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ വേറെ മണ്ണ് നീക്കം വരിക്കാനോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് വീടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും നോക്കാമല്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആഞ്ഞിലിമാരാണ് ആ കാണുന്നത്. ഏകദേശം ഒരു 4ഓളം ആഞ്ഞിലി നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഇപ്പം ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് അവർ നോക്കുകയാണെങ്കിൽ കിണറ്, ഇതിനകത്തുള്ള കിണറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചുറ്റിനും ഫുള്ളും കെട്ടിയിട്ടെല്ലാം ഉണ്ട്, മോട്ടറെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം ഉണ്ട്, വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഇത്രയും കാഴ്ചകളാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് റബ്ബറൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. റബ്ബർ അവിടെ മേലെ ഉള്ളത്, ഇനി വരെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡിലോട്ടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വീടുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലോട്ടാണെങ്കിലും ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട് ഇങ്ങോട്ടെല്ലാം. പിന്നെ നമ്മളെ പറമ്പിൻ്റെ അതിരുവഴിയെല്ലാം എന്താക്കുന്നത് ഇതേപോലെ മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് ഇരുളാണ് ഈ കാണുന്നത്, അതുപോലെ മഹാഗണിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതുപോലെ അതിരുവഴിയെല്ലാം അങ്ങോട്ടെല്ലാം മേലെ അങ്ങ് വരെ മഹാഗണിയെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് അതിരുവഴിയെല്ലാം. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഇനിയിപ്പോൾ നിങ്ങളൊരു വീടൊക്കെ വെച്ച് താമസിക്കാൻ നോക്കണ്ടേ, പിള്ളേരെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ കേസെല്ലാം വരികയാണെങ്കിൽ നമുക്ക് ചെറുപുഴ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലോ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ക്രിസ്ത്യൻ പള്ളിയിലോട്ടൊക്കെ നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട വീടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ആ വീടിൻ്റെ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇതാക്കണം നമുക്ക് ഏകദേശം ഒരു 110ഓളം റബ്ബറുകൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 105 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകളാണ്. ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള റബ്ബർ കേട്ടോ. ഇതുവരെ ടാപ്പിംഗ് ആക്കിയിട്ടില്ല, കത്തി വെക്കാത്ത ജാതി മരങ്ങൾ കണ്ടില്ല ഞങ്ങൾ. പിന്നെ ഇതാക്കണം ഫുള്ള് കാടെല്ലാം കൊത്തി നല്ല നീറ്റാക്കിയിട്ടേക്കാണ് പറമ്പ് മൊത്തത്തിൽ കേട്ടോ. നമ്മൾ നോക്ക് പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ടാപ്പിംഗ് ആക്കി നടക്കാനും അതുപോലെ പാലെടുത്തുകൊണ്ട് നടക്കാനാണെങ്കിലും ഒക്കെ സുഖമാണ്. ഈ മരമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വണ്ണുള്ള മരമാണ് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള
വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇനി കണ്ണൂരൊക്കെ പോകണം എന്നൊക്കെ ഉണ്ട് ഏകദേശം ഒരു 58 കിലോമീറ്റർ ദൂരമുള്ള കേട്ടോ. അതുപോലെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 61 കിലോമീറ്ററും പിന്നെ നമുക്കിവിടെ ചെറുപുഴ ടൗണിലേക്കൊക്കെ ആണെങ്കിൽ 2 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. സ്ഥലം വന്ന് കണ്ട് എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടും, അത്രയ്ക്ക് നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ്. ഒരു കൃഷിസ്ഥലവും അതിനകത്തൊരു വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെ കേട്ടോ. നമുക്ക് ചെറുപുഴ ടൗണിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. പാക്കഞ്ഞിക്കാട് എന്നാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയുന്ന ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ അതിലൊക്കെ നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.